മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി കണ്ടാലോ? ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് വായിൽ കപ്പലല്ല തീവണ്ടി വരെ ഓടും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന് ചെറിയുള്ളിയാണ് ഇട്ടെടുക്കുന്നത്. വലിയുള്ളി ആരും എടുക്കരുത്, ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ചെറിയുള്ളി വേണം, വേപ്പില വേണം, മുളക് പൊടി, ഒരു ചെറിയൊരു ശർക്കര, കുറച്ച് പുളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വറ്റൽമുളക്, ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഇതിൽ ശർക്കരയെ, ചമ്മന്തിയിൽ ആരെങ്കിലും ശർക്കര ചേർക്കുമെന്ന്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ശർക്കര ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ പുളിയും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തത് അതൊന്ന് മൂത്തതിന് ശേഷം അതിൽ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി അതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉപ്പ് ഇട്ടാലാണ് വേഗം വഴണ്ടി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിൽ നമ്മൾ ഇനി പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എല്ലായിടത്തും എത്തണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ അതിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കുക. ആ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര സ്പൂണിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നില്ല. അങ്ങനെ ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലേ? നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ആദ്യം മുളക് ഇല്ലേ അത് എടുത്ത് വെച്ചത് അരച്ചതാണ് കേട്ടോ. അതിൽ കൂടെ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഓവറായിട്ട് അരക്കരുത്, ഒന്നും കണ്ട് അടിച്ചെടുക്കാനേ പാടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റണില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര്, ആ ചെറിയൊരു ചെറുനാരങ്ങ വെച്ചിരുന്നില്ല അതിൻ്റെ കുറച്ച് നീര് ചേർക്കാൻ പാടുള്ളൂ. ഒരു 1/2 സ്പൂണ് നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.